അമ്മാനെ അതോ പോയി ചക്കൻ പോയി അപ്പുറത്തേക്ക് ചക്കനെ കൊന്നു. എന്റെ ദൈവമേ കേശു ഓടിക്കോ. പ്രിയപ്പെട്ട കേശുചേട്ടന്, എന്റെ സ്നേഹം എന്നേക്കും എന്റെ ഹൃദയത്തിൽ നിലനിൽക്കും എന്ന് കേശുചേട്ടന് സ്വന്തം മെർലിൻ. ഐ ലവ് യു. ഐ ലവ് യു. നിന്റെ ചിരിയിൽ തുടങ്ങുന്നു എന്റെ ജീവിതം. നിന്റെ ചിരി പാറമടയിൽ വെള്ളം പോലെ ഗുളുഗുളുന്ന് കൊള്ളുന്നു. അടിക്കും ഞാൻ ചിലപ്പോ. തന്ത വൈബ് എന്ന് വെച്ചാൽ തന്തമാരുള്ളിടത്തോളം കാലം തന്ത വൈബ് നിലനിൽക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിവരമുള്ളവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ജാങ്കോ സ്പേസിൽ വന്നു ചേർന്ന പാറമട വീട്ടിലെ വെള്ളത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഇണക്കുരുവികളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമോവാകം. വേറൊന്നും പറയാൻ പോണില്ല. പേപ്പറാണ് വായിക്കാൻ പറ്റില്ല. ഇന്നാ പിടിച്ചോളൂ. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് 6 വരിയിൽ മലയാളത്തിൽ എഴുതണ്ട. ഇപ്പൊ നിങ്ങളെ മലയാളം എന്താ മലയാളം എഴുതില്ല. മലയാളം എഴുതാ. ഇനിയിപ്പോ എന്തൊരു ഏറ്റവും ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള കോംബോ, ഇത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എങ്ങനെ 6 ലൈൻ ഒറ്റ വാക്കി തീർക്കുന്നു. പൊളിഞ്ഞ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പഴയ സാഹിത്യം മിക്സ് ആയിട്ടുള്ള പ്രണയലേഖനമില്ലേ, എന്റെ ചേട്ട എന്റെ ചോട്ട, ആ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു 5 or 6 ലൈനിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയലേഖനം എഴുതുക. ലവ് ലെറ്റർ. ഞാൻ മാമനെ വിളിച്ചോട്ടെ. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ മാമനാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. എന്റെ ദൈവം, ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്തൊരു സ്പീഡാ നോക്ക്. ആര് പറഞ്ഞു? ഞാൻ എഴുതണ കണ്ടില്ല. ഞാൻ ഇതൊക്കെ തന്നെ മുസ്ലിംസുള്ള എഴുതണ. മിക്കവാറും ഇത് ആരെങ്കിലും എടുത്തിട്ട് റോസ്റ്റ് ചെയ്തത് പാട്ടാക്കും. നമുക്ക് നോക്കാം. നിങ്ങൾ വായിക്കൂലല്ലോ, ഞാൻ വായിച്ചാൽ മതിയല്ലോ അല്ലേ? കാരണം നിങ്ങൾ വായിച്ചാൽ വേറെ വല്ലതും വായിക്കും. അതെ, ഇതെല്ലാം ഞങ്ങളെ കൊള്ളാനുള്ള വല്ല പുതിയ പ്ലാനുമാണ് നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആകാശേ, ഇടയ്ക്കൊക്കെ മുകളിലൊന്ന് കണ്ടേക്കണം. യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ വെറുതെ എഴുതുന്നതാണ്. ഇതിനെ കുറിച്ച് പൊക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെയാണോ താൻ പൊക്കുന്നേ? ദൈവം, ഇതിലും ഭേദം ഞാൻ. മതിയാവുന്നില്ല വാക്കുകൾ കൊണ്ട്, മതിയാവുന്നില്ല. എഴുതട്ടെ. നിങ്ങളത് ഇത് കണ്ടിട്ട് ഡോക്ടേഴ്സ് എല്ലാം വേറെ മനുഷ്യനും വായിക്കൂല. എന്റെ എഴുത്താണ്. എന്റെ ടീച്ചർമാര് തുളു കണ്ടുപിടിക്കുന്നവരാണ് പിടിക്കുന്നത്. മെർലിന്റെ ഒപ്പുണ്ട്. ഇത് ഞങ്ങൾ ഫ്രെയിം ചെയ്ത് ഒപ്പിട്ടോ. അത് നിങ്ങളെ സാഹിത്യം എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയ റൂട്ട് മാറിപ്പോയി. അധികമൊന്നുമില്ല. ഇത് സാഹിത്യം ഒന്ന് കണ്ടിട്ട് നാട്ടുകാർ ആദ്യം ആരാണ് വായിക്കാൻ പോകുന്നത്? ലേഡീസ് ഫസ്റ്റ്. എന്നാ പിന്നെ ഇത് കിടക്കൂലേ? ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാനാ കറക്റ്റ് ആ ഫീലിംഗിൽ തന്നെ പറയണോട്ടോ. രണ്ടുപേരും ഒന്ന് ഫേസ് ടു ഫേസ് ഒക്കെ അങ്ങോട്ട് കിടക്കും നോക്കി. ഞാൻ വായിക്കാനാ. ഓക്കെ, കവിതയുടെ പേര് ലവ് ലെറ്റർ ആയിരുന്നു. ഞാൻ ലവ് ലെറ്റർ എഴുതിയ സാധനം മാറിപ്പോ. ഓ, ഇതാണ് ലവ് ലെറ്റർ കവിതയായി മാറി. അതാണ് ഇത്. ഓക്കെ, ഞാനും നീയും. ഓക്കെ, സ്റ്റാർട്ട്. ഇത് ഇങ്ങനെ നോക്കി വെച്ച് വായിക്കാലോ അല്ലേ? നിന്റെ ചിരിയിൽ തുടങ്ങുന്നു എന്റെ ജീവിതം. നിന്റെ ചിരി പാറമടയില് വെള്ളം പോലെ ഗുളുഗുളുന്ന് കൊള്ളുന്നു. എന്റെ പ്രണയം ഗംഗാജലം പോലെ പുണ്യമാണ്. നമ്മുടെ പ്രണയം സാഫല്യമാകട്ടെ. നമ്മുടെ ലോകം നമുക്കൊരു ലോകം. നമ്മളിലൊതുങ്ങും നമ്മളിൽ, നമ്മളാകാം നമ്മൾ. നമ്മളിലാകും നമ്മളിലാണല്ലോ നമ്മളിൽ. ഞാൻ എന്ത്
നമ്മളിലാണല്ലോ നമ്മുടെ ജീവിതം. നമ്മളാൽ തുടങ്ങുന്ന ജീവിതം നമ്മളാൽ തുടങ്ങുന്ന ജീവിതം നമ്മളാൽ ഒടുങ്ങുന്നതാണ് നമ്മുടെ ജീവിതമെന്ന ഈ പുണ്യാഹം എന്ന് സ്വന്തം നിന്റെ കേശു. ഒന്ന് ഒരു ഐ ലവ് യു കൂടി പറയും അതിന്റെ കൂടെ. നിന്റെ കൂടെ ഐ ലവ് യു. ആ ഫീല് പറഞ്ഞേ. ഉള്ളിന്ന് വന്നതാ, ഇനി വന്നു കഴിഞ്ഞാ പ്രശ്നം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ പ്രണയം നിമിഷങ്ങൾ. പ്രണയ നിർബലം അല്ലേ ഇത്, പ്രളയ നിർബലം. ഓക്കെ, ആ ഫീലാണ് ഇവിടെ മെയിൻ. ഓക്കെ, കൂടി പറയണോ? ഓക്കെ, കേശു റിപ്ലൈ കൊടുക്കണോട്ടെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കൊടുക്കും ഞാൻ. ഇപ്പൊ നോക്കിയോ. പ്രിയപ്പെട്ട കേശു ചേട്ടന്, ചേട്ടന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. ഓ, ഇത് വേറെ റൂട്ട്. ചേട്ടന്റെ കുട്ടിത്തം തുളുമ്പുന്ന മുഖവും സാഹിത്യവാസനയും ആ കുട്ടിത്തൊന്ന് പറഞ്ഞിട്ട് എന്തോ ശരി എന്നെ വല്ലാതെ ഇഷ്ടത്തിലായിട്ടി. പാറമടയിലെ കെട്ടിക്കിടക്കുന്ന കെട്ടിക്കിടക്കണ വെള്ളം പാറമട ഉണ്ടല്ലോ, കിടക്കുന്ന വെള്ളം പോലെ എന്റെ സ്നേഹം എന്നേക്കും എന്റെ ഹൃദയത്തിൽ നിലനിൽക്കും. അഴുക്ക വെള്ളം ഒന്ന് അവസാനം എന്ന് കേശു ചേട്ടന് സ്വന്തം മെർലിൻ. ഐ ലവ് യു. റിപ്ലൈ കൊടുക്ക. കെട്ടിക്കിടക്കണ വെള്ളം ഇതിനെന്തായിരുന്നു? അതല്ലൊരു കാര്യം, ഈ പാറമടയിൽ ഇത്രയധികം വെള്ളം കെട്ടിക്കിടക്കണ്ട. ഉണ്ട്, ഇവന്റെ എല്ലാ ഡയലോഗിലും ഒരു പാറമടയിലെ വെള്ളം കാണും. അവസാനം നോക്കിയോ പാറമട ചാടി തന്നെ ചാവും. എന്റെ പൊന്നു പാറമട വീട് ഞങ്ങളോട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇനി അണ്ണ ഒരു കവിത ഞങ്ങളെ കുറിച്ച്. എന്റെ ലാസ്റ്റ് ടൈം നമ്മുടെ വെറുതെ വേസ്റ്റ് ആവൂലേ? എനിക്കൊരു വേസ്റ്റിംഗ് ഇല്ല. കേട്ടോ ശരിക്ക് എഴുതിക്കോ. ഞങ്ങളെ കണ്ടിട്ട് എന്താ എഴുതാൻ തോന്നുന്നു ശരിക്കും. കാര്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ എഴുതാറില്ല. തിങ്കളാഴ്ച കുഴപ്പമില്ല, രാത്രിയില്ലേ? ശരിക്കും രാത്രി കവിത എഴുതാൻ നിങ്ങളുടെ ഞാൻ ബാലങ്കേന്നാറ സാധനമല്ലല്ലോ എഴുതാൻ പറഞ്ഞു. ഞങ്ങളുടെ അല്ലേ ഏതോടെ നമ്മുടെ ടൈം അത്ര വെറുതെ പോവും. പറഞ്ഞോ എഴുതണ്ടടാ. ഞാൻ എഴുതിക്കോളാം. എഴുതാൻ സമയം കിട്ടും. എടാ, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല. ഞങ്ങള് പിന്നെ എന്തിനാ അറിയാൻ നിങ്ങൾ വിചാരിച്ച ഞാൻ പറഞ്ഞു. ഒരാളെ കുറിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മള് നിങ്ങളെ കുറിച്ച് എന്ത് എഴുതും? നിങ്ങൾ ഇണക്കുരുവികളാണ്. ആരുത് ഞാൻ ഇതിന് പകുതിയുള്ള അതിനകത്ത് പേപ്പറിനകത്ത് പാറമടയിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിനി പിടിക്കില്ല. അതിനകത്ത് രണ്ട് മുതലാന്നും കൂടെ പറയുന്നേ. ശരിയൊക്കെ വരേണ്ടത് അണ്ണാ നിങ്ങളടുത്ത് മെർലിൻ ലവ് ലെറ്റർ നേരത്തെ എന്തിനായിരുന്നു പ്രൊഫഷണല്. ഇത് മറ്റേ പണ്ട് ബാഹുലിയുടെയും KGF കഥ മിക്സ് ചെയ്ത് എക്സ് ഒക്കെ ചെയ്ത ടീം നമ്മുടെ ബാക്കി. ലാസ്റ്റ് എന്താ എഴുതുക? എന്ന് സ്വന്തം. ഓ, ഇത് ഞാൻ പൊളിക്കും. എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ. ഓക്കെ, ജാങ്കോ സ്പേസിൽ വന്നു ചേർന്ന പാറമട വീട്ടിലെ വെള്ളത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഇണക്കുരുവികളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമോവാകം. വേറൊന്നും പറയാൻ പോണില്ല. നന്നായിട്ടുണ്ട്. സമാധാനമായി നിനക്ക്. അടുത്തത് ഇപ്പത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്ത വൈബ്. അതാണ് ഇപ്പത്തെ ചർച്ച. എല്ലാം കളഞ്ഞു പോയി നോക്കെ. എന്നിട്ട് എന്താണ് അവരോട് പറയാനുള്ളത്? എന്തിനാണ് തന്ത വൈബ്? അത് പറഞ്ഞു. എനിക്കറിയില്ല. അത് കമന്റ് ഇടുന്നവരോടല്ലേ, അവരോട് എന്താ പറയുക? ഇത് കേൾക്കുമ്പോ കേശുന് എന്താ തോന്നുന്നു? കുറെ പേര് ഡെയിലി ഇന്ന് ഇതിന് കറക്റ്റ് ഒരു സാധനം എനിക്ക് കിട്ടിയത്. ഞങ്ങളുടെ സെറ്റിലുള്ള ഒരാൾ പറഞ്ഞതാണ്. ഞാൻ ആളുടെ പേര് പറയില്ല. ഞാൻ ഏറി കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്ത വൈബ് എന്ന് വെച്ചാൽ തന്തമാരുള്ളിടത്തോളം കാലം തന്ത വൈബ് നിലനിൽക്കും. ഓ, എങ്ങനെ എഴുതുന്നവരൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അല്ല, നിങ്ങൾ ആ പറയുന്നത് കേട്ടതൊന്നും ഞാൻ അങ്ങനെ വിളിച്ചല്ല. മനസ്സിലായില്ല. ഞാൻ വിവരമുള്ളവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അയാൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായി 3 വട്ടം എന്താ പറഞ്ഞേ? ഇത് ഞാൻ പറഞ്ഞ അവന് തന്തമാര് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം, തന്തമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്ത വൈബ് ഉണ്ടാവുന്നു. അത് മീൻസ് തന്തമാരെ കളിയാക്കിയതല്ല. ഇതിന് മനസ്സിലാക്കാനുള്ള ഇതേപോലത്തെ കുറെ കാണുമല്ലേ പുറത്ത്. അളിയാ നിങ്ങള്
ഞാൻ ഒന്നും നിങ്ങളെ പറഞ്ഞില്ല, അത്ര തന്നെ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയി കൊടുക്കാം. ഒരിക്കലും തന്തമാരെ കുറ്റം പറയുന്നതല്ല, ഇതാ കമന്റ് ഇടുന്നവരോട് മാത്രം പറയാനുള്ള കാര്യങ്ങളാണ്. തന്തമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്തവൈപ്പ് ഉണ്ടാവും. ആ ഒരു ഇപ്പൊ നമ്മൾ പിള്ളേരാണ്, കുറച്ച് കഴിയുമ്പോ അണ്ണായി ഇപ്പൊ പെട്ടെന്നൊരു അച്ഛനായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അച്ഛനായിരുന്നു വിചാരിക്കുക, നടക്കില്ലെങ്കിൽ അല്ല അങ്ങനല്ല. ആ റോക്കറ്റിലെ പൈലറ്റിന് കുറച്ച് വെള്ളം കൊടുക്കും, എന്നെ കൊണ്ട് പോകാനുള്ളതല്ലേ. പറഞ്ഞോ. അങ്ങനെ പെട്ടെന്നൊരു അച്ഛനായി. അപ്പൊ നിങ്ങൾ അച്ഛനായി, അത്ര നിങ്ങൾ മോനായിരുന്നു. ഒരു അച്ഛന്റെ മകനായിരുന്നു അത്രയും നേരം. നിങ്ങളൊരു അച്ഛനായപ്പോഴാണ് നിങ്ങളൊരു അച്ഛനായത്, നിങ്ങൾക്ക് ഒരു മോനായത്. അപ്പൊ നിങ്ങൾ എപ്പോഴും അച്ഛനുണ്ട്. അതായത് അച്ഛൻ എപ്പോഴും നിലനിൽക്കും. അപ്പൊ അച്ഛന്മാരുള്ളതും കാര്യം അച്ഛന്മാരുടെ സ്വഭാവമുള്ള ആൾക്കാർ നിലനിൽക്കും. ഇതിനെ എന്നെ എന്റെ തന്ത എന്ന് വിളിക്കണം അണ്ണ, അങ്ങനെ തന്നെ അണ്ണ. അതെ, എന്തായാലും പോട്ടെ, അതെല്ലാം അങ്ങനെയൊക്കെ തന്നെ സംഭവം. ശരിക്കും പറഞ്ഞ ഇപ്പൊ പല വീഡിയോസിലാണെങ്കിൽ ഇതിനെ തള്ളവായൊന്നും വിളിക്കണില്ല. ഇല്ലല്ലേ, ചേച്ചി എന്ന് വിളിക്കുന്നു, ചേച്ചി അമ്മാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് വിട്, അതിവിടെ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പറഞ്ഞല്ലോ. അതെ അതെ, അമ്മ വിളിക്കുന്നു. അല്ല, ഒരു ക്യൂരിയോസിറ്റി. ആന്റി വരെ എത്തിയതിന്റെ കണക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഓക്കെ, സെറ്റ്. അപ്പൊ കേശു, ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോ അമ്മയാണ്, ഇല്ല ഞാൻ മന്നെയാണ് അതിലേക്ക് അമ്മയാണ് എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. ഒരു സന്തത സഹചാരി എന്ന് പറയുന്നത് അമ്മയാണ്. ഇനി അതൊരു മെർലിൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിരിക്കുകയാണ്. നമ്മുടെ ഇതിനകത്ത് ഹാപ്പി. ശരിക്കും ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോ റിയൽ ലൈഫിൽ കല്യാണമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു? ഞങ്ങള് പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെ കിട്ടിയാൽ മതി. ഞങ്ങൾ ഞങ്ങളുടെ കല്യാണ ആൽബത്തിന് പകരം മോർഫ് ചെയ്ത് ഞങ്ങളുടെ അപ്പുറത്ത് ആക്കുന്ന ആളുടെ തല മാറ്റിട്ട് അങ്ങോട്ട് മാറ്റിക്കോളാം. അതല്ല അല്ലടാ, മറ്റേ ശരിക്കും ഒരു കല്യാണം ഒരു ഞങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ നല്ലത് പുറത്തു നിന്ന് ഒരാൾ പറയുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ പറയുന്ന കേൾക്കുന്നതായിരിക്കും രസം. അമ്മ പറയടെ, അവന്റെ വോയിസ് ഓവർ മതി. പറയല്ലേ, മോനും 2 മണവാട്ടിമാരാണ്. അപ്പൊ എങ്ങനെയാ തോന്നി? വളരെ സന്തോഷം തോന്നി, എനിക്ക് അഭിമാനം തോന്നി മോനെ പറ്റി. ഉറപ്പിച്ചേട്ടാ, ഉറപ്പിച്ച് സംശയമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച്. ഒരു ദിവസം വലുതാവുമ്പോ ഇതേപോലെ എന്റെ മോനെ കെട്ടിച്ച് അയക്കേണ്ടതാണ്. ആ ഒരു ഇതൊക്കെ ചിന്തിച്ചായിരുന്നോ? അവൻ മെർലിന്റെ കല്യാണ സങ്കല്പം എങ്ങനെയാണ്? കെട്ടാൻ പോകുന്ന പയ്യന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? മതിലിയാടണോ എന്നുള്ള സെറ്റപ്പ് ഒന്നും പറയരുത്, വീഡിയോ നമുക്ക് പിന്നെ അത് ഒറിജിനൽ ആണെങ്കിൽ വിട്ടേക്ക്. കല്യാണ സങ്കല്പം ഒന്നുമില്ല. അപ്പൊ കല്യാണം ഇല്ല. മെർലിന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമുക്ക് ചിലർക്ക് ഒരു ഇതുണ്ടാവില്ലേ, ഇങ്ങനെ സങ്കല്പം ഒന്നുമില്ല. നമുക്കൊരു പാർട്ട്ണറെ വേണം തോന്നുമ്പോ ആ പാർട്ട്ണർക്ക് എന്താണ് ക്വാളിറ്റി വേണ്ടത് അങ്ങനെ ചോദിച്ചൂടാ, ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സങ്കല്പം ഇല്ല നമുക്ക് ഒരാളെ. കാരണം അവരുടെ സങ്കല്പങ്ങൾ എന്തായാലും ഒക്കില്ലല്ലോ, അവർക്ക് കാണുമല്ലോ. അന്ന് ഒരു മിനിറ്റ്, കേശുവിന്റെ സങ്കല്പം പറയൂ. എന്താ നിന്നേ? പണ്ട് പറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല. അല്ല, അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞപ്പോ അമ്മ ഒരു കുട്ടിത്തോട്ടം എടുക്കും, വലിയ വിഷയമുള്ള ദിവസമല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം മാറും. ഞാൻ അന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നല്ല മുടിയുള്ള ഒരു കുട്ടിയായിരിക്കണം, അത്യാവശ്യം നല്ല ഹൈറ്റ് വേണം, പിന്നെ എൻ്റെ അമ്മയെ അടുക്കള സഹായിക്കുന്ന കുട്ടിയായിരിക്കണം. ഇതിനകത്ത് ഞാൻ മറ്റേ രണ്ടും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അമ്മയെ അടുക്കള സഹായിക്കുന്ന നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടക്കൊതുക്കുള്ള കുട്ടിയായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ അടക്കൊതുക്കത്തിന് വേറെ ഒന്നും പറഞ്ഞോണ്ട് വരില്ല. എന്റെ കൺസെപ്റ്റ് ഫെമിനിസ്റ്റുകൾ ഉണരും. അടുക്കളയിൽ എന്റെ അമ്മയെ സഹായിക്കാറുണ്ട്. ഞാൻ ചിക്കൻ കറി, ആ കറി, ഈ കറി എന്ന് വേണ്ട അടുക്കളയിലുള്ള മിക്കാറുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ കുക്ക് ഞാൻ തന്നെ തിന്നും. മാത്രമല്ല ഈ സാധനമൊക്കെ അടുക്കളയിൽ ഇളക്കാനും പരിപാടിക്കൊക്കെ അമ്മയ്ക്ക് കൈ വയ്യാതാവുമ്പോൾ ചില സമയം ഞാനാണ് കയറാറ്. ഇളക്കും, അമ്മ ഇട്ട് തരും, പൊടിയിട്ട് ഞാൻ ഇളക്കി. ഈ ബീഫിനൊക്കെ അത്യാവശ്യം ഇളക്കണമെങ്കിൽ ഈ കൈ ചില സമയം അറിയാമല്ലോ. അപ്പൊ പിന്നെ തേങ്ങ തിരിയണ പരിപാടി
അതൊക്കെ ഞാനാണ് അടുക്കളയിൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ അങ്ങനല്ല, ഇഷ്ടമുള്ള മീൻസ് അതല്ല. ഞാൻ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാം കൂടെ എൻ്റെ അഞ്ച് തീർ പൊങ്കാലയുടെ എനിക്ക് താല്പര്യമില്ല. ചേച്ചിയാണ് ഞാൻ അമ്മയ്ക്ക് സഹായിക്കാറുണ്ട്. അതേപോലെ എൻ്റെ കൂടെ അമ്മയെ സഹായിക്കാൻ ഒരാളെ വേണം. വാക്ക് ചെറുതിലെ പറഞ്ഞു എനിക്ക് വയ്യ. മെർലിൻ കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. അമ്മ അച്ഛനും എല്ലാവരും ചെയ്യണമല്ലോ. എന്തെന്ന് ചോദിച്ചു? എന്താ പറഞ്ഞ എന്താ ബ്രെഡ് ഓംലെറ്റ് എങ്ങാനും പറയരുത്. അപ്പൊ എന്താ അല്ലല്ല, ഞാൻ ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കണ്ടേ. കുക്ക് ചെയ്യാറ് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കേശുവിനെ കൊടുത്തിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം കേശുവിന് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ജീവിച്ചു പൊക്കോട്ടെ, ആളെ വിട്ടോ സ്വാമി. ആർക്കും ഏറ്റവും ട്രാവൽ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പൊതുവെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് നമുക്കും കിട്ടുമല്ലോ. അങ്ങനെ ഇനി എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന സ്ഥലം ലോകത്തുള്ള എല്ലാ സ്ഥലത്തും പോകണമെന്നുണ്ട്. അത്യാവശ്യം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അതാണ്. ഓക്കെ, എവിടെ ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, സ്പേസ് ബക്കറ്റ് ലിസ്റ്റിലുള്ള? എനിക്ക് കാശ്മീർ പോകാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ പ്രാവശ്യം പോകണം എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഈ മണാലി സംഭവം വന്നത്. മണാലിയിൽ നീ പോയി? ഞാൻ പോയി. ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത്. എങ്ങനെയായിരുന്നു കാശ്മീർ ട്രിപ്പ് ഒക്കെ? ഓർപ്പിക്കില്ല പൊന്നു. അതെന്താ? അതെന്തിന്? ഞാൻ ഉള്ള എല്ലാത്തിനും ഇപ്പൊ വരെ ഏറി കയറണം. എനിക്ക് അറിയാത്തതുണ്ട് എന്ത് ചെയ്താലും ഏറി കയറ്റും. എന്താ സംഭവം? എന്താ? ഞാൻ പോയിട്ടൊരു ഫോട്ടോ ഇട്ടതാ. ശരിയാ, ഞാനും കണ്ടായിരുന്നു. ക്യാപ്ഷനിലെന്തോ ഉമ്മയ്ക്ക് പേര് അമ്മ എന്ന് എഴുതി. അതൊന്ന് കൊറേ ഇന്റർവ്യൂല് പറഞ്ഞതല്ലേ, ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയത്. അതാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്നതോ ഇതിന്റെ പ്രായമുള്ള ഒരെണ്ണം, 1 വയസ്സ് ഇളയതെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഒരു 45 വയസ്സായ, 45 അന്ന് എനിക്കറിയാം, അമ്മയുടെ പ്രായം തന്നെ, അമ്മയുടെ പ്രായമുള്ള ഒരു ആന്റി, മീര ആന്റി, ആന്റിയുടെ മോള് രേവതി ചേച്ചി, പിന്നെ ഗിഫ്റ്റ് ചേച്ചി, പിന്നെ ബാക്കിയുള്ള ചേച്ചിമാരുടെ പേര് പ്രായത്തിന് മൂത്ത ആൾക്കാരായിരുന്നു. പ്രായത്തിന് മൂത്തെന്ന് പറഞ്ഞാൽ പോലെ ഡബിളും ത്രിബിളും ഒക്കെ മൂത്തതായിരുന്നു. അവരൊക്കെയാണ് എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ഞാനാണെങ്കിൽ അവരെയൊക്കെ അമ്മച്ചിമാരെന്ന് പറഞ്ഞ് കളിയാക്കി ഇല്ലാണ്ടാക്കി വെച്ചേക്കായിരുന്നു. അത് പറഞ്ഞോടെ ഞാനങ്ങ് നിർത്തിയായി. അവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. സമാധാനം നീ എന്താ വിളിച്ച അമ്മച്ചി നല്ലതാ എന്നൊക്കെ വിളിച്ചിട്ട്. എന്തായാലും ഇപ്പൊ കേസിന് ഇപ്പൊ ഏകദേശം ശീലമായി. കുറെ ആൾക്കാർ നെഗറ്റീവ് ഇടുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോ അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നത്. അങ്ങനെ കിട്ടി തുടങ്ങിയാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന കമന്റ് ഇതാണ്, ആന്റി പരിപാടി, ചേച്ചി പരിപാടി. സ്വാഭാവികമാണെങ്കിലും നമ്മൾ പറയുമെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. കേശുവിന്റെ ചേച്ചിയാണ് എന്നുള്ള അങ്ങനത്തെ കമന്റ്സ് വരാറ്. നെഗറ്റീവ് ആയിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? അതൊന്നും എടുക്കാനില്ലല്ലോ. എനിക്ക് അങ്ങനെ ഇതിന്റെ കുറച്ച് കട്ട്സ് ഒക്കെ പോയിട്ട് കുറെ ഫേക്ക് ന്യൂസസ് ഒക്കെ വന്ന കണ്ടായിരുന്നു. വലിയ ലോങ് സ്റ്റോറി ഒക്കെ എഴുതിയിട്ട് അങ്ങനെ കുറെ വൃത്തിയുടെ ക്യാപ്ഷൻ. ഞാൻ യാത്രയും ലോകമൊന്നും കാണാറില്ല. ഷോർട്ട് സ്റ്റോറി തന്നെ വായിക്കപ്പെടുന്ന പാടാൻ എനിക്കറിയാം. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോടാ. നീലി ചേച്ചി ഓക്കെ, ഈ സിറ്റുവേഷൻ ഇടയ്ക്ക് ഓർക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഈ നീലി ചേച്ചി അത്ര എഴുതി എത്തിച്ചു വെച്ചിട്ട് നല്ല കൊതുകടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സൗണ്ട് പോയിട്ട് ചെവി 2 ദിവസം അടച്ചിരുന്നു. ഞാൻ ഡയറക്ടറിന്റെ വരെ കിളി വന്നു പോയി. അല്ല, ഒരു കാര്യം, ഈ പ്രേതത്തിന്റെ വേഷം കേട്ടാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു? ഇല്ല, വന്നില്ല. വളരെ സിമ്പിൾ ആയിരുന്നു. ഉള്ളത് ഊരി കളഞ്ഞു, ശിക്ഷ കഴിഞ്ഞ്. ഇതല്ല, അന്ന് എനിക്ക് ചുമയായിരുന്നു. അപ്പൊ ചിരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ മാക്സിമം എടുത്ത് ഞാൻ ചിരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പൊ ചിരിക്കാമോ? ഇപ്പഴും ചുമയാ. കുഴപ്പമില്ല, അന്നത്തെ സൗണ്ട് കിട്ടിയാൽ മതി. ഓക്കെ, നീലി ചിരിക്കുമ്പോ ശരിക്കും പേടിക്കണോട്ടാ. പേടിക്കുന്ന എക്സ്പ്രഷൻ ആയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ഞങ്ങളുടെ ക്യാമറ കൂടി. അയ്യോ, എല്ലാരും പോയി, എല്ലാരും തിരിച്ചു.
ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഓഫ് ചെയ്യ്. അമ്പാനെ അത് ഓഫ് ചെയ്യ്. അയ്യോ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി കൊതുക് വന്ന് കുത്താൻ കളിച്ചാൽ മഹാധൈര്യം. അത് 2-3 ടേക്ക് എടുത്തു. ഇതാ കടിക്കുന്നതിന്റെ ക്ലോസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചിരിച്ചോണ്ടിരുന്നു. കടി ശരിക്കും കിട്ടിയായിരുന്നോ? ഇല്ല, പറഞ്ഞു ഈ മെന്റലിന്റെ അടുത്ത് കടിക്കല്ലേ, പാവം പിടിച്ചവനാണ് അവൻ. രാത്രി വീട്ടിൽ ചെല്ലുമ്പോ അമ്മ വീട്ടിൽ കാണും, അമ്മ ചോദിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്, അവൻ പാവം പിടിച്ച കൊച്ചാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി ഞങ്ങള്. ഞാനും പറഞ്ഞു ഞാൻ ഒരു പിഞ്ച് ബാലിനാണ്, എന്നെ ഒന്നും ചെയ്യരുത്, പല്ല് നഖവും വെച്ചൊന്നും ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് കൊടുത്ത് വീണ് കഴിഞ്ഞു. അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി മെർലിൻ, ഇപ്പോ കേശുവിന്റെ ഇവരുടെ നമ്മുടെ ഫാമിലിയിൽ എത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മേനെ കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മുടെ ഈ ഫാമിലിയിലെ? ഈ ഫാമിലി അച്ഛനും അമ്മേനെ പറ്റി അച്ഛനും അമ്മേനെ പറ്റി എനിക്ക് എന്താ പറയുന്നത്, വളരെ നല്ല അഭിപ്രായം, നല്ല അച്ഛനും അമ്മയും. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഷോർട്സ് ഞാൻ ഉള്ളപ്പോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള കോംബോ സീൻസ് ഒന്നും ഭയങ്കര കുറവായിരുന്നു. അച്ഛനുമായിട്ട് അന്നത്തെ മറ്റേ കൈ പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഓടുന്ന സാധനത്തില് ഉണ്ടായിരുന്നു. പിന്നെ ബുക്ക് തരാൻ പറഞ്ഞതിലൊന്നുണ്ടായിരുന്നു. കുറവായിരുന്നു, ബേസിക്കലി കുറവായിരുന്നു. കാരണം നമുക്ക് അച്ഛനെയും അമ്മയും ഓൾറെഡി സീനിലുണ്ടെങ്കിൽ മോന് കാണിക്കാൻ പറ്റുന്ന ഗേൾ ഫ്രണ്ട് എന്നുള്ള സംഭവമായിരുന്നല്ലോ. പ്രത്യേകിച്ച് അച്ഛനുണ്ടെങ്കിൽ ഒട്ടും പറ്റൂല, അമ്മയുണ്ടെങ്കിൽ അത് നടക്കൂല. അച്ഛനുണ്ടെങ്കിൽ നമ്മള് കറങ്ങി വീഴും. കാരണം അച്ഛൻ്റെ കുഞ്ഞു എന്റെ ചക്ക ഒന്നും ചെയ്യൂല. അച്ഛൻ എന്തൊരു മനസ്സിൽ ദൈവമേ അവ എന്തരാവോ എന്തോ പറഞ്ഞ് തീരെയും ശുഭം അടിപൊളി ആ സാധനമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ഫാമിലി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ അത് ആദ്യം ക്ലിയർ ചെയ്യുമല്ലേ? ധൈര്യമായിട്ടിരിക്കും. ധൈര്യം തരാൻ കുറെ പേരുണ്ട് ചുറ്റും. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇനി നമ്മുടെ കണ്ണമ്മാമനുണ്ട്. ഇല്ലേ 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 ഇല്ലേ? ആരോടാ ചോദിച്ചേ? രണ്ടുപേരോട് കൂടി ചോദിച്ചേ. എന്റെ കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ്. എനിക്ക് സപ്പോർട്ടാണ് എല്ലാരും. ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് എന്റെ ആക്ഷൻ എനിക്കത് ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്ക് ഞാൻ അങ്ങനെ അധികം ഉണ്ടാവാറില്ലല്ലോ, വല്ലപ്പോഴും വന്നു പോകുന്ന അങ്ങനെയാ. എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിട്ടോ എനിക്ക് ഫാമിലിയുടെ കൂടെ. അങ്ങനെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ കേശുവും മെർലിനും അലീനയും കൂടി അങ്ങ് സിങ്ക് ആവത്തില്ലല്ലോ. അലീന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഭയങ്കര വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? സമ്മതം. എന്തായാലും കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പരിക്കുപറ്റിയ കാര്യം പറഞ്ഞില്ല നേരത്തെ, ഇപ്പൊ കേശുവിന് പരിക്കുപറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ അടി അടക്കുന്നത് നമ്മൾ അടി ഉണ്ടാക്കുമ്പോ ലേഡീസിന്റെ ഏറ്റവും സേഫ് ആക്കിയിട്ട് നമ്മള് ഞാൻ ചത്താലും വേണ്ടില്ല, അവർക്കൊന്നും പറ്റരുത്. കാരണം എനിക്ക് വയ്യ പിന്നെ പോയി കേസ് പറയാൻ മനുഷ്യ. ആ മനസ്സ്, അതാണ് ഏറ്റവും. മനസ്സോട്ടൊന്നുമില്ല, ലച്ചേച്ചൊക്കെ എന്നെ ഏറി കയറ്റി. ഈ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതിനോട് കലാപരമായിട്ടുള്ള താല്പര്യം സ്റ്റാർട്ടിങ്ങില് ഈ സ്കൂൾസിലൊക്കെ ആ ടൈമിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പരിപാടി? ഞാൻ ICC സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ഇങ്ങനെ കലോത്സവം പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. കൾച്ചറൽ ഫെസ്റ്റ് ഒരു 3 ദിവസം കാണും. അതിനകത്ത് എല്ലാ പ്രോഗ്രാമിനും പറ്റുന്ന എല്ലാത്തിലും പങ്കെടുക്കും. പക്ഷേ ആക്ടിങ് ഒരു ബേസ് ഇല്ല. ആക്ടിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സ്കിറ്റോ ഡ്രാമയോ ഒന്നും സ്കൂളിലൊന്നും അല്ല. നമ്മളത് കുടുംബക്കാരോട് ചോദിക്കണം വീട്ടില് എങ്ങനെയാണെന്ന്. മുദ്ര കാണിച്ചല്ലോ, മുദ്ര ഒളിപ്പിക്കണമല്ലോ ചില സമയം. അപ്പൊ അങ്ങനെ ഒളിപ്പിക്കേണ്ട സമയത്ത് അഭിനയിക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതെ അതെ ആയിക്കോട്ടെ, കൂട്ടത്തോടെ ഉറപ്പായി. അപ്പൊ ഈ സ്കൂൾസിൽ ആദ്യമായിട്ട് ഞാൻ മോൺ ആക്ട് ഒരിക്കൽ 10th വെച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കാണിക്കോ? മോണാക്ട് അന്ന് എന്താ ചെയ്ത്? മോണാക്ട് ഞാൻ എന്തോ ഒരു കോമ്പറ്റീഷൻ, മോണാക്ട് എന്തോ ഒരു യൂട്യൂബ് നോക്കി എന്തോ റെഫറൻസ് എടുത്ത് ഒരു പരിപാടി ചെയ്തു. അതെന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മയുണ്ട്. ഒരു വെള്ളത്തിന്റെ എന്താ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, അങ്ങനെ എന്തോ ഒരു കോൺസെപ്റ്റില് സംഭവമായിരുന്നു. ഓ, എത്ര മിനിറ്റ്? 5 മിനിറ്റ് 10 മിനിറ്റ്സ് സംതിങ്. 10 മിനിറ്റ്സോളം. മോണാക്ട് ഒരാൾ തന്നെ 2 അങ്ങനെ ക്യാരക്ടേഴ്സ്. അതാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള ആക്ടിങ്, അല്ലാതെ എനിക്ക് ഒരു ബേസ് ഇല്ല. ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഞാൻ സ്കൂളിൽ. മോണാക്ടിന്റെ എന്തെങ്കിലും സാധനം മനസ്സിൽ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിലും ഞാൻ പറയും. കേസ് നിർബന്ധിച്ചാ പറയുന്നൊക്കെ. എന്നിട്ട് അത് മറ്റേ അയ്യോ എനിക്ക് കുറച്ച് വെള്ളം തരണേ, അങ്ങനത്തെ സാധനങ്ങളാണല്ലോ. മറ്റേ ഇപ്പൊ 2 ടൈപ്പിലേക്ക് ക്യാരക്ടർ മാറൂലേ, ഒന്ന് ഹൈയും ഒന്ന് ലോയും ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഒന്ന് കാണിച്ച്. അയ്യോ അതൊന്നും എനിക്കിപ്പോ വരത്തില്ല. ഇതിലോ ഇനി ഹൈ ആണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഹൈ. ഓക്കെ, സെറ്റായി. ഇനി പ്രാക്ടീസ് തുടങ്ങിക്കോ. അല്ല ഞാൻ പറഞ്ഞതാ, ഇതിപ്പോ ഞങ്ങക്ക് ചെയ്ത് കാണിക്കണോ? അല്ല മറ്റേ മോണാക്ട് പറയുമ്പോ നമ്മൾ മറ്റേ എക്സ്ട്രീം സാധനല്ലേ കാണിക്കാം. എനിക്ക് കുറച്ച് വെള്ളം തരും. ഇപ്പൊ കേശുവിനോട് ചോദിക്കാണ്, കേശു എനിക്ക് ഇതിന് വെള്ളം തരും, കേശു തരില്ല എന്ന് പറയുന്നു. അപ്പൊ തരില്ല എന്ന് പറയുന്നതിന്റെ ആ വിഷമം കൂടി കാണിക്കുന്നു.
അല്ല ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ കേശു കുറച്ച് വെള്ളം തരുമെന്ന് നോർമലായിട്ട് ചോദിക്കുന്നതിന് പകരം മോണോആക്ട് ഞാൻ ആ സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോ കേശു പോയി ചക്കം പോയി അപ്പുറത്തേക്ക് കുറച്ച് വെള്ളം തരും ആ സാരോടൊന്ന് ചോദിക്കുക അങ്ങനെ പിന്നെ നോർമൽ ആവൂലേ പതുക്കെയും പറയൂലേ അതെങ്ങനെയായിരിക്കും ഒറ്റടിക്കാൻ ഒന്ന് കാണിക്കുന്നത് ഹൈ പോയിട്ടൊന്ന് താഴേക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇതായിരുന്നു നോർമല് ഇതാണ് നോർമലി അല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഒരു ഹൈ പോയിട്ടൊന്ന് ഡൗൺ ആവുന്ന രണ്ട് ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ആ വേ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഓക്കെ റെഡി എല്ലാം റെഡി അല്ലേ സെറ്റ്. കുറച്ച് വെള്ളമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. തരൂല്ല. കുറച്ച് വെള്ളം എന്റെ അമ്മയ്ക്ക് കൊടുക്കാനാ ഒരല്പം വെള്ളം. ഇല്ല 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 ആപ്പട കൊക്കക്കോളയും പെപ്സി മാത്രമേ ഇരിപ്പുള്ളൂ. വെള്ളം ഇല്ല. സോ നോ. ചൂടുവെള്ളം പച്ചവെള്ളം വേണ്ട. ചെക്കനെ കൊന്ന് എന്റെ ദൈവമേ കേശു ഓടിക്കോ ഓടി രക്ഷപ്പെട്. ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. കലക്കി അല്ലടാ കേശു നീ ഇതിന് ഓടിയത് സത്യം പറഞ്ഞ എനിക്ക് എന്തായാലും പ്രൈസ് കിട്ടിയായിരുന്നു. പിന്നെ ക്യാരക്ടറിൽ വന്നപ്പോ ആളുകളെ കൂടി ഓട്ടം അവിടെ ഇരുന്നില്ല കൊണ്ട് ഓടി. അല്ല മത്സരത്തിൽ എത്ര പേരുണ്ടായിരുന്നു? പ്രസക്തി ഇല്ല. എനിക്ക് ഫസ്റ്റ് കിട്ടി അത്രേ ഉള്ളൂ. സംഭവം ആരും മൂന്നാല് പേരെ ഉണ്ടായിരുന്നോളും തോന്നുന്നു. അല്ല സീരിയസ്ലി ബാക്കി 4 പേരെ മാത്രമേ കിട്ടിയിട്ട് പുള്ളിക്കാരി മാത്രമേ കേട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു, പ്രൈസ് കിട്ടുന്നു, വീട്ടിലൊക്കെ കാണിക്കുന്നു, ഭയങ്കര സന്തോഷം. എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാ? പണ്ട് തവളച്ചാട്ടത്തിന് മെഡൽ വീട്ടിൽ വന്നിട്ട് തവളച്ചാട്ടത്തിന് കസേര കളിക്ക് സെക്കൻഡ്. അതാണ് തുടക്കം. അത് LKG-ലെന്തോ ഇപ്പൊ ഫാൻസി ഡ്രസ്സിന് എടാ കള്ള കണ്ണ. പിന്നെ തലയിൽ ഈ പപ്പടം കൊട്ടിച്ചിട്ട് നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി. ഓ അപ്പൊ നമ്മള് നേരത്തെ തുടങ്ങിയിരിക്കണു പരിപാടി. അല്ലാതെ മെർലിൻ ഈ നമുക്ക് ഈ സീരീസിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? ഉപ്പുമുളകിൽ വന്നതിന് ശേഷം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടി എളുപ്പത്തിൽ. അങ്ങനെ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വർക്ക്സ് ഒന്നും ഞാൻ ചെയ്തതൊന്നും പതിയെ ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ നേരത്തെ കാണിച്ച വീഡിയോ സീരീസിന്റെ കട്ടൊക്കെ കണ്ടിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തു. പക്ഷെ ഉപ്പുമുളകിന്റെ ഇത് കണ്ടിട്ടാണ് മെയിൻലി ആളുകൾ വരുന്നതും മെർലിന്റെ വിശേഷം ചോദിക്കുന്നതും കേശുവിന്റെ വിശേഷം ചോദിക്കുന്നതൊക്കെ അങ്ങനെയാണ്. വരുമ്പോ തന്നെ വിശേഷങ്ങൾ ചോദിക്കും. കേശു ആദ്യം ചോദിക്കുന്ന കേശു ഇത്ര വലുതായോ. ഇന്നലെ എനിക്ക് ആരോ ഒരു മീം അയച്ചായിരുന്നു. മറ്റേ കേശുവിന്റെ പിക്ചർ വെച്ചിട്ട് നമ്മൾ വല്ലാതെ വലുതായിരിക്കുന്നതിന് ഉത്തമ തെളിവാണിത് കേശുവിന്റെ മുഖം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഉപ്പുമുളകും കാരണം. ഉപ്പുമുളക് നമുക്ക് വലിയൊരു മാറ്റമാണ് നമ്മുടെ വരുത്തിയേക്കുന്നത്. അടിപൊളി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഇനോഗ്രേഷൻസ് ഒക്കെ പോകണം. ഞാൻ ഗസ്റ്റ് ആയിട്ടും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മെയിനായിട്ട് എനിക്കിപ്പം ഏറ്റവും സന്തോഷമുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 23 ഐ മീൻ ഈ വർഷം അതിന് മുന്നത്തെ വർഷം ഡിസംബർ 23 2023 എന്റെ സ്കൂളിൽ ഞാൻ ഫോമർ സ്റ്റുഡന്റ് ആയിട്ടാണ് പോയത്. അപ്പൊ ഈ വർഷം അതേ ഡിസംബർ 23 ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. സെയിം ടൈമിലൊക്കെ അവര് ദൈവം എന്റെ പൊന്നുമോളെ ഒന്ന് ഇറങ്ങി പോന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാണ് സ്കൂളിൽ നിന്ന്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് മെയിനൊക്കെ അതൊക്കെ ഉപ്പുമുളകിന്റെ ഒരു പവർ തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ കേശുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എന്തായാലും നിങ്ങളൊരു ഫാമിലി, ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഒരു ചേച്ചി അനിയൻ ആ ഒരു കണക്ഷനാണ് എല്ലാവരും. അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇപ്പൊ ഓരോരുത്തർക്ക് വരുന്ന ഓരോ കളിയാക്കലുകളും നല്ലത് പറയുമ്പോഴും എല്ലാവർക്കും സന്തോഷം വരുന്നു. കളിയാക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ആ ഒരു വിഷമം നമ്മളെ സ്വന്തം അനിയനെ പറയുന്ന അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പറയുന്ന ആ ഒരു വിഷമം വരാറില്ലേ?
അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഇപ്പൊ ഇവനെ പറയുമ്പോഴാണെങ്കിലും ഞാനും വീഡിയോസ് കാണുന്നുണ്ട്, കമന്റ്സ് കാണുന്നുണ്ട്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നമ്മളിപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഇത് കണ്ടല്ലോ, അതാണല്ലോ ഇതാണല്ലോ, എന്താ അതിനെ പറ്റി പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ടുള്ളതിനെ പറ്റി ഞാൻ പറയും. പിന്നെ അവരുടെ വ്യൂ ആണ് എന്താന്നുള്ളത്. എനിക്കും അതിനെ പറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പരിധി വിട്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഓരോ കാഴ്ചപ്പാട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. അച്ഛൻ എല്ലാ എപ്പിസോഡും അടി വന്നിട്ട് ബാലു കേശു ഇവർ രണ്ടുപേരാണ് പ്രശ്നം, ഇവരെ ഒഴിവാക്കണം. നമ്മള് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയും, അച്ഛോ അച്ഛൻ ഈ ബാലു കേശു ആണ് പ്രശ്നം എന്നാണ് പറയണത്, എന്തിനീ? അതെ, എനിക്കതാണ് മനസ്സിലാവാത്തത്. അവൻ ആണുങ്ങളെ എല്ലാം സത്യം പറയല്ല, നിരത്തി പറയുമ്പോ ആണുങ്ങളെല്ലാരും ഇഷ്ടമുള്ള നിരത്തി നടിക്കുന്നതാണ്. ഞാൻ കൊള്ളാം കേട്ടോ, ആ പേര് ഞാൻ നോക്കി, എന്താ പേര്? മഹേഷ് ശ്രീധറോ? മഹേഷ് ശ്രീധർ അദ്ദേഹമാണ് ആ കഥാപാത്രം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കേശുവിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നേരത്തെ തൊട്ട് ഫോളോ ചെയ്താണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് ലൈക്ക് ഇവന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഫാർ മോറാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു കഴിഞ്ഞതും. അപ്പോൾ അത് ലൈക്ക് ഞാനും ലൈക്ക് അവന്റെ ഒരു ആ സെൻസിൽ നോക്കുമ്പോൾ ഭയങ്കര ഫാനാണ്. കാരണം അതൊരു കുട്ടി എന്നുള്ള രീതിയിൽ അവൻ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ നോക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല. അല്ല, സീരിയസ്ലി അവൻ ഈ പറഞ്ഞ പോലെ 17 വയസ്സില് കഴിയുമ്പോൾ മേടിച്ചു തരും. 17 വയസ്സിൽ അവൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതിന്റെ കുത്തലുണ്ടോ ഡൗട്ട്. ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവൻ ചെയ്തിട്ടുണ്ടോന്നോ? ഇപ്പൊ എന്തായാലും ഇപ്പൊ മെർലിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇതേപോലെ ഒരു സോളോ യാത്രയായിരുന്നു. സത്യം പറഞ്ഞ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അങ്ങനെയല്ല, എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ്. എല്ലാരും വേണോ എന്നൊരു ചോദ്യം സൈഡിലുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇനി മുമ്പോട്ടുള്ള യാത്രകൾ? മെയിൻ സിനിമ കേശു ആവണം, എനിക്കും കേശു ആവണം. അതെ, ഞാനും കുഞ്ഞു മൈൽ സ്റ്റോൺസ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം വീട്ടിൽ നിന്ന് അന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം ഉള്ള ഞാനല്ലല്ലോ ഈ വർഷം, ഞാൻ സ്വന്തമായിട്ട് വീടെടുക്കുന്നു, താമസിക്കുന്നു. അത് പോയിന്റ് അല്ല, നിങ്ങള് മറ്റേത് പറയരുത്. ഏത് എനിക്ക് 11 ആവണമെന്ന്. ഒരിക്കലും എനിക്ക് 11 ആവാൻ പറ്റൂല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ പറയൂ. പൊളിറ്റിക്കലി നല്ല ഒറിജിനലായിട്ട് നടക്കൂല. അത് വിട്, അത് ഞാൻ വിട്ട്, അതെനിക്ക് ഞാൻ നോക്കാറില്ല ആ സാധനം. പക്ഷെ നമുക്ക് നമ്മളാവാനേ പറ്റുള്ളൂ. ഇന്നത്തേനേക്കാളും നന്നായിട്ട് നമുക്ക് നാളെ ചെയ്യാൻ പറ്റും. ഇതിനാണല്ലോ പറഞ്ഞിട്ട് എന്നെ തന്തവയെന്ന് വിളിക്കുന്നത്. അമ്മ ആരോടെന്ന് പറയും, ഇത് തന്നെയാണ്. അതെ, ഒന്ന് നമ്മൾ ചെറുപ്പം പോലെ, അതായത് കുട്ടിക്കാലം തൊട്ട് അനുഭവങ്ങളാണ്. അതെ, ഒരിക്കലും ഞാൻ അന്നും പറഞ്ഞു, ഒരിക്കലും ഇവനെ കേശുവിനെ അറിയുന്നവർ ഒരിക്കലും തന്തോയം എന്ന് പറഞ്ഞ് കളിയാക്കില്ല. കാരണം ചെറിയ പ്രായത്തിൽ നമ്മൾ ആരും ഫേസ് ചെയ്തതിന്റെ അപ്പുറം കവർ ചെയ്തിട്ട് വന്നേക്കുന്ന ഒരാളാണ്. അതും ഒറ്റയ്ക്ക് തന്നെ എല്ലാം സക്സസ് ആക്കി ഞാൻ പൊക്കി സക്സസ് ആക്കി വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇപ്പൊ നമുക്കുണ്ടായിരുന്ന കുട്ടിക്കാലവും ചിലപ്പോൾ ആ കുട്ടിക്കാലത്ത് കിട്ടുന്ന പല കെയറിങ്ങും സ്നേഹവും അതിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വേറൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഈ ചെറിയ പ്രായത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്ന വാക്കുകളാണ് അതിന് വെറുതെ തന്തോയം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചെറുതാക്കരുത്, നിങ്ങൾ കളിയാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ എത്തിയേക്കാണ്. ഇപ്പം മെർലിൻ പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കട്ടെ. കേശുവിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കട്ടെ. രണ്ടുപേർക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഇന്റർവ്യൂവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും രസകരമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു, നല്ല രസമായിട്ട് തന്നെ പോയെ. ഇനി ആരേറ്റവും ഉയരത്തിലെത്തും കാരണം പല ഗെയിമുകളും എനിക്ക് തന്നെ തിരിച്ചടിച്ചു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരും അടിപൊളിയാണ്. ഒരുപാട് പേരുകളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി എന്നെ കുറിച്ചും ഇന്റർവ്യൂവിനെ കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം. ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലോ? ഇല്ല, സങ്കടം ആവില്ല. ഞാനായിട്ട് തന്നെ റോക്കറ്റിന്റെ ഡോറ് തുറന്നു കൊടുത്തു, എനിക്കത് വേണം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ജാങ്കർ സ്പേസിന്റെ ഈ ഇന്റർവ്യൂവിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാക്സിമം നമ്മളെല്ലാവരെയും ഇതുവരെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് നമ്മളാണ് പുള്ളിയെ പറ്റി പറയണ രണ്ടു വാക്ക്. ആങ്കർ അടിപൊളിയായിരുന്നു. പേര് മറക്കില്ല. നമ്മുടെ ശ്രീനാഥ് അടിപൊളിയായിരുന്നു.
പോരെ മെർലിൻ എന്തെങ്കിലും പറയണെങ്കിൽ പറയാം. ശ്രീനാഥേട്ടൻ സൂപ്പർ ആയിരുന്നു, ശ്രീനാഥേട്ടൻ അടിപൊളിയായിരുന്നു, ശ്രീനാഥേട്ടൻ മതി, വൈബായിരുന്നു. മതി, മതി. ഇനി കുറച്ച് കണ്ണിൽ ഉണ്ണിയാണ് ഉണ്ണിയപ്പോണ്. ഓക്കെ, ഭയങ്കര സന്തോഷം. ഞങ്ങള് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ആണോ? ഓ, ഇതൊരു ഉഗ്രം തുടക്കമായിരിക്കും. ഇനി ഇവിടെ എന്റെ കൂടെ ആണോ? അതെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ പുതിയ പുതിയ വർക്കിനും നമ്മുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതത്തിന് നമ്മളല്ല, ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഞങ്ങളുടെ അല്ലേ കലാപരമായ അവന്റെയും എന്റെയും കലാപരമായ അത് ചേർത്തു. ഞങ്ങളുടെ മുമ്പോട്ടുള്ള കരിയറിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോളെ 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 പറഞ്ഞാ ഓക്കെ, താങ്ക് യു.